കബനി നദി ചുകന്ന കാലത്ത് നക്സൽ പ്രസ്ഥാനത്തിന്റെ സഹയാത്രികനായിരുന്ന മൈച്ച ഗോപാലേട്ടനെ കാണാനായിട്ട് കഴിഞ്ഞ ദിവസം പയ്യന്നൂരെ വെള്ളൂരിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ഒരു അതിഥി എത്തി. നക്സൽ നേതാവായിരുന്ന ഗ്രോവാസുവേട്ടൻ. പ്രായം 94-ലെത്തിയ ഗോപാലേട്ടനും 97 പിന്നിടുന്ന വാസുവേട്ടനും അടിയന്തരാവസ്ഥ കാലത്തെ കൊടിയ മർദ്ദനങ്ങളുടെ കഥകൾ ഞങ്ങളുമായി പങ്കുവച്ചു. 12 ചൂരൽവടികൾ കാൽപാദത്തിനടിയിൽ അടിച്ചു പൊട്ടിച്ചതടക്കമുള്ള പോലീസ് ക്രൂരത പറയുമ്പോൾ ഗോപാലേട്ടന്റെ ഓർമ്മകൾക്ക് കണ്ണാടി പോലെ തെളിച്ചു. പാതിരാത്രിയിൽ ഗോപാലേട്ടനെ പോലീസ് കൊണ്ടുപോയ ശേഷം മക്കളെ പട്ടിണിക്കിടാതെ വളർത്തിയെടുക്കുവാൻ വേണ്ടി പാടുപെട്ട ജാനു ഏച്ചിക്കും ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അടുത്ത തവണ വരുമ്പോൾ കോഴിക്കോട്ടേക്ക് കൂടെ വരണമെന്ന് ക്ഷണിച്ച വാസുവേട്ടനോട് ഉറപ്പായും വരുമെന്ന് ഒടുവിൽ ഗോപാലേട്ടന്റെ മറുപടി. ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ചിട്ടാണ് ഞാൻ ഗോപാലേട്ടൻ പഠിച്ചത്. കണ്ണൂർ സെൻട്രലിൽ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പം അവിടെ ഞങ്ങൾ കാണുക മാത്രമല്ല, അവിടെ 170-170ഓളം നക്സലൈറ്റുകൾ അന്നുണ്ട്. പക്ഷെ എനിക്ക് അടുത്ത കുറച്ച് സാക്കൾ ഉണ്ടായിരുന്നു. പിന്നെ വളരെ സിൻസിയറാണെന്ന് തോന്നിയ സാക്കളായിട്ടാണ് ബന്ധം. പലതരക്കാരുമാണല്ലോ എല്ലാ മനുഷ്യരും. അതിൽ കരിങ്കൽ കൃഷ്ണനും മൈച്ച ഗോപാലേട്ടനും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. അടിയന്തരാവസ്ഥൻ്റെ ആ പീരീഡിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാൻ പിന്നെ ഇവരൊക്കെ വരുന്നതിൻ്റെ 5 കൊല്ലം മുന്നേ തന്നെ ജയിലിലുണ്ട്. ഞാൻ 70-ലുണ്ട്, ഇവർ 75-ൽ വരും. മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നു. പിന്നീട് ഗോപാലേട്ടൻ നക്സലൈറ്റുകളോട് എപ്പോഴാണ് അനുഭവമായത് എന്നുള്ളത് എനിക്കറിയില്ല. അതൊക്കെ ഇവിടെയുള്ള സഹാക്കൾക്കറിയാം. ഞാൻ 70-ല് പാർട്ടിയായിട്ട് ബന്ധങ്ങളുണ്ട്. പിന്നെ അതിൽ കൂടുതലായി എനിക്കൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിൽ കൂടുതലൊന്നിലും അധികാരത്തിലേക്ക് പോയില്ല. ആ സാമ്പിളിലാണ് എൻ്റെ ജീവിതം. എങ്ങനെ കൊണ്ടുപോയി ഞാൻ എല്ലാവരുമായിട്ട് ബന്ധപ്പെടാൻ പോകും. അതെനിക്കൊരു സജീവ ഇതാണ്. നമ്മൾ രാമുണ്ണിയായിട്ട് ആക്സിഡൻറ്റ് ഇത് കഴിഞ്ഞിട്ട് റൂമിലെത്തുമ്പോൾ ആദ്യം ഞാൻ ആണ് കാണാൻ പോകുന്നത് രാമുണ്ണിനെ. അവിടെ പോയിട്ട് കണ്ടു, സംസാരിച്ചു. ഞാനവിടെ എല്ലാം കഴിഞ്ഞ് അന്നേരം കുറച്ചാൾ സംസാരിച്ചു. എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് രാമുണ്ണിയെ എവിടെയെങ്കിലും സംരക്ഷിക്കാനുള്ള സംവിധാനത്തിലേക്ക് എത്തണമെന്ന്. ഞാൻ അതിൽ പിന്മാറിയിരുന്നു. അപ്പോൾ മാധവൻ ഏറ്റെടുത്തു, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാമെന്ന്. അങ്ങനെയാ മാധവൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആറിനാണ് ഒടുവിൽ രാമുണ്ണിനെ പിടിക്കപ്പെടുന്നു. പിടിക്കപ്പെട്ട് എല്ലാം കഴിഞ്ഞിട്ട് വന്നു. ആ സമയത്ത് ഞാൻ കാണാൻ പോകുന്നുണ്ട്. ഇവരാർക്കും തിരിയില്ല. എന്നാൽ ഞാൻ എവിടെയാണ് പോകുന്നതെന്നാണ് തിരിയാണ്ട് ഞാൻ പോയിട്ട് കണ്ടുപിടിച്ച് വന്നു. അങ്ങനെ ഞാൻ എല്ലാ സമയവും രാമുണ്ണിനെ കാണാനായിട്ട് പോകും. ഞാൻ അതൊരു രഹസ്യമാണ്. മറ്റങ്ങനെ സജീവമായിട്ട് കാണാൻ പോയില്ല. എല്ലാ സമയത്തും ഒത്തു ഞാൻ എല്ലാ യോഗത്തിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ടാവും. അത് ഇന്നയിലാണെന്നൊന്നും പറയണ്ട. അങ്ങനെ പങ്കെടുത്തും കൊണ്ടാണ് ഞാൻ സജീവമായിട്ട് ഇങ്ങോട്ട് വന്നത്. രാമുണ്ണിനെ ഞാൻ സംരക്ഷിക്കുകയോ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിവിടെ സംരക്ഷിക്കാനുണ്ടായത് എനിക്കൊരു യൂസഫ് എന്ന് പറഞ്ഞൊരാളുണ്ടായി. അങ്ങനെ പല ആൾക്കാരും ഇവിടെ വരും. ഇവിടെ വന്നാൽ ഞങ്ങൾ ചെറുപ്പത്തിൽ ആരും ഇല്ലല്ലോ, വീട്ടിലാരും ഇല്ല. ഞാനിങ്ങനെ ചെറിയതുപോലെ ഇങ്ങനെ കഷ്ടിച്ച് ജീവിക്കുമ്പോൾ ഞാൻ എൻ്റെ പണിയെടുത്ത് വീടുന്ന് അവരൊക്കെ വരും പോവും. അവരെല്ലാം വന്ന എന്നെ പിടിക്കപ്പെടുന്ന ദിവസം ഞാൻ എന്ത് പണിയെടുക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്നുറങ്ങിയിരുന്നു. വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് പോലീസുകാർ വന്നു എൻ്റെ തല വന്ന് എന്നെ പിടിച്ച സമയത്ത് ഞാൻ തട്ടി മാറ്റുമ്പോൾ അവർ എന്ത് പണിയെടുത്തു.
എന്നെ പുറമേ കൂടെ പിടിച്ചു കളഞ്ഞു, ഇതിലേക്കൂടെ കൈയിട്ട് പിടിച്ചു കളഞ്ഞു. കീഴ്ത്ത നടുവ് ഇത് അവരുടെ കയ്യിലായി. ഇത് പിടിച്ചേ പിന്നെ എനിക്ക് അനങ്ങാൻ കഴിയാണ്ടായി. എന്നിട്ട് എന്നെ എടുത്തിട്ട് ഓടുകയായിരുന്നു ഈ വയലിൽ തന്നെ. അന്നേരം ഇവിടെ അടുത്തൊന്നും വീടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ഓടി ഇരുന്ന് അവരങ്ങ് മുക്കിൽ വണ്ടി വെച്ചു, ഇരുന്ന് ടോർച്ചടിച്ചു അങ്ങോട്ട്. അന്നേരം വണ്ടി നേരെ ഉഴക്കടിച്ചിട്ട് വന്നു കഴിഞ്ഞപാട് നമ്മളെ കയറ്റി വണ്ടിയിലിട്ടിട്ട് കൊണ്ടുപോയി. എന്ന് കൊണ്ടുപോകുമ്പോൾ അവർ ചെയ്യാൻ കഴിയുന്നില്ല, അന്നേരം ചെയ്തു. കുറേ നെഞ്ചിന് ടോർച്ച് വിളക്കൊണ്ട് കുത്തുന്നതെല്ലാം ഞാൻ ഏശാത്ത തേമ്പുള്ള കൂട്ടിപ്പോയി. പിന്നെ നിലത്തിട്ടിട്ട് കുത്തി നോക്കി. അപ്പോൾ ഞാൻ അതൊരു ദമ്മ് കെട്ടിയിട്ട് ഒരൊറ്റ ദമ്മിന് എണീച്ച് കിട്ടാൻ പറ്റിയില്ല. അങ്ങനെ എന്നാൽ പിന്നെ പരിചയം മറിഞ്ഞിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് കുനിക്കാൻ തുടങ്ങി. എൻ്റെത് അടിയന്തരാവസ്ഥയിലല്ല ഞാൻ ഏറ്റവും അധികം മർദ്ദനം സഹിച്ചത്. 1970 പിന്നെ ആണല്ലോ പിന്നെ വർഗീസ് മരിച്ച സംഭവം. 1970 ഫെബ്രുവരി 18 വർഗീസിനെ പിടിക്കുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നത്. ആ ആൾക്കാരെ വിചാരിക്കുന്ന ആ ആക്ഷനിലാണ് എനിക്ക് ഏറ്റവും ഭീകര മർദ്ദനം കിട്ടിയതെന്നാണ്. പക്ഷേ സത്യത്തിൽ അതല്ല. കുറ്റ്യാടി പോലീസ് സ്റ്റേഷൻ പിന്നെ കുന്തിക്കൽ നാരായണേട്ടൻ്റെ ഗ്രൂപ്പ് ബോംബ് വെച്ചു. അത് ഒരു ഭാഗം പൊട്ടി കിടക്കുന്നു. SIൻ്റെ ഇറച്ചിയൊക്കെ അങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നു ചുമരിൽ. അവിടേക്ക് എന്നെ പിടിച്ചുകൊണ്ട് കൊടുക്കുന്നത് പേരാമ്പ്ര പോലീസാണ്. പേരാമ്പ്ര പോലീസ് തലേന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് അവിടെ അറസ്റ്റ് ചെയ്ത സാഹചര്യമൊന്നും ഞാൻ പറയുന്നില്ല. അവിടുന്ന് ആവശ്യമായത്ര മർദ്ദിച്ച് പിറ്റേന്ന് ഇവിടെ കൊണ്ടുകൊടുക്കും. പിറ്റേന്ന് അവിടെ 3 വാൻ MSPക്കാരുണ്ട്, നിറയെ പോലീസുണ്ട്. അവിടെ വെച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല. അവർ ഏറെക്കുറെ 3-4 മണിക്കൂർ വിവിധ രൂപത്തിൽ എന്നെ വിവിധ സമ്പ്രദായത്തിൽ അവർ പഠിച്ച എല്ലാ സമ്പ്രദായവും എൻ്റെ ശരീരത്തിൽ അവർ ഇതാക്കി. അന്ന് ഞാൻ വ്യായാമം ചെയ്യും, ഈ ഫുട്ബോൾ കളിക്കും, എങ്ങനെയൊക്കെ ഉള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മരിച്ചില്ല ആ സ്പോട്ടിൽ. പക്ഷേ 7 ദിവസം ഞാൻ ഭക്ഷണം കഴിക്കുകയോ മറ്റെന്തെങ്കിലും കഴിക്കുകയോ ചെയ്യാതെ വെറും വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ചോര മൂത്രം ഒഴിച്ചുകൊണ്ട് ഒരേ കിടപ്പ് അണിയത്തുങ്ങാണ്ട് എനിക്ക് മൂത്രം ഒഴിക്കണ ലോക്കപ്പിൻ്റെ ഉള്ളിൽ ഒരു 10 അടി അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്തത് സാക്കിളിനെ നൂർത്തി പിടിച്ച് കൊണ്ടുപോയിട്ട് പിന്നെ കൊണ്ടുപോയിട്ട് ആ സിമെൻറ്റിൽ കിടത്തുകയാണ്. ഞാൻ എണീക്കുമെന്ന് പോലീസും വിചാരിച്ചില്ല, പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സാക്കളും വിചാരിച്ചില്ല. ആ എണീറ്റതിന് ശേഷവും പിന്നെ എനിക്ക് എണീറ്റ് നടക്കാൻ പിന്നെ അവർ ഞാൻ നിരപരാധിയാണെന്ന് കണ്ടിട്ട് 20 ദിവസം കഴിഞ്ഞിട്ട് വിടുന്നത്. ആ ആസ്പത്രിയിൽ കടന്നു. പിന്നെ ഉഴിച്ചിൽ നടത്തിയിട്ടാണ് 1 മാസം ഞാൻ എണീറ്റ് നടക്കുന്നത്. ആ എണീറ്റ് നടക്കുന്നത് നേരെ വയനാട്ടിലേക്കാണ്, വർഗീസിൻ്റെ അടുത്തേക്ക്. അതാണ് പിന്നീട് തിരുനെല്ലി തൃശ്ശിലേരി ആക്ഷനാവുന്നത്. ഈ കുറ്റ്യാടി ആക്ഷനിൽ കിട്ടിയ ആ സംഭാവനേൻ്റെ 4/1 പോലും തിരുനെല്ലി തൃശ്ശിലേരി ആക്ഷനിൽ എനിക്ക് കിട്ടിയില്ല. നിങ്ങൾക്കാണ് പിന്നെയും കുറച്ചൊരു അതുമല്ല ടെൻഷനും നിങ്ങൾക്കാണ്. ഗോപാലട്ടൻ കല്ലുപോലെ നിൽക്കുക. ധൈര്യമായിട്ട്
കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് ഇവിടെ വരുന്നുണ്ട്. നമുക്കൊന്ന് കോഴിക്കോടൊക്കെ ഒന്ന് ചിറ്റിയിട്ട് വരണം. എന്താ ആ എന്നാ പിന്നെ നമുക്ക്